ഹായ് ഓൾ. IBPS RRB POയുടെ പ്രിലിംസ് എക്സാം എഴുതിയിട്ട് എല്ലാവരും അങ്ങനെ കൂളായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഒട്ടും ദൂരെയല്ല മെയിൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പം മെയിൻസിന് വേണ്ടി പഠിക്കണ്ടേ? അപ്പോൾ ഒത്തിരി പേരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, എനിക്ക് മെയിൻസ് എഴുതാൻ പറ്റുമോ? ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ മെയിൻസ് പ്രിപ്പറേഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? അതല്ലെങ്കിൽ വേറെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ മനസ്സിൽ വരുന്നതാണ്, എനിക്ക് എത്ര നന്നായിട്ട് പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഞാനിനി എന്താ ചെയ്യുന്നത്? അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ആയിട്ട് കുറേ പേര് ഇരിപ്പുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണുക. ഈ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തിനാണ് നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, നമ്മുടെ വേക്കൻസി. അപ്പോൾ നമുക്കറിയാം RRB PO എന്ന് പറയുമ്പം റീജിയണൽ റൂറൽ ബാങ്കാണ്. നമുക്ക് കേരളത്തിലാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക്, അപ്പം സ്റ്റേറ്റ് വൈസ് വരുന്നതാണ് അല്ലേ? അപ്പോൾ അതിൽ നമ്പർ ഓഫ് വേക്കൻസി ഡിപ്പെൻഡ് ചെയ്യും. കൂടാണ്ട് സ്റ്റുഡൻസ് അപ്പിയർഡ്, എത്ര പേര് അപ്പിയർ ചെയ്തു, എക്സാം എഴുതി ഉള്ളവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കട്ട് ഓഫ് കാര്യങ്ങളും കട്ട് ഓഫ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നത്. ഇനി ഇതിനകത്ത് നമ്മുടെ അറ്റംപ്റ്റ്, ഒരു ഗുഡ് അറ്റംപ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, അതായത് നവംബർ 22 നടന്നിട്ടുള്ള പരീക്ഷയും നവംബർ 23 ഈ 2 ദിവസങ്ങളിലാണ് എക്സാം നടന്നിട്ടുള്ളത്. അപ്പം നവംബർ 22 അതേ പാറ്റേൺ അതേ രീതിക്ക് തന്നെയാണ് നവംബർ 23 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നവംബർ 22 വെച്ചിട്ട് ഓരോ ഷിഫ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഷിഫ്റ്റിൽ 50 to 60 ആണ് നമുക്ക് ഗുഡ് അറ്റംപ്റ്റ് പറയുന്നത്, അതായത് 60 ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിൽ മൂന്നാമത്തെ ഷിഫ്റ്റ് മാത്രം എല്ലാവരും ഇച്ചിരി എന്താണ് പാടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ സെക്കൻഡ് ഷിഫ്റ്റ് വരുമ്പോൾ 58 to 63 അവിടെ ആ ഒരു പറയുന്ന ഒരു ഗുഡ് അറ്റംപ്റ്റ്. അതുപോലെ തന്നെ തേർഡ് ഷിഫ്റ്റ് പറയുമ്പോൾ 58 to 64. ഈ ഗുഡ് അറ്റംപ്റ്റ് വെച്ചിട്ട് ആ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ ഇളക്കരുത്. അപ്പോൾ തേർഡ് ഷിഫ്റ്റ് എല്ലാവർക്കും പൊതുവെ ഇച്ചിരി പാടാണെന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷേ അവിടുത്തെ അറ്റംപ്റ്റ് വന്നിരിക്കുന്നത് 58 to 64. ഇത് വളരെ കുറച്ച് ആൾക്കാരുടെ ആ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുക്കുന്ന എന്താണ് ഗുഡ് അറ്റംപ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഫോർത്ത് ഷിഫ്റ്റ് വരുമ്പോൾ 50 to 58 അവിടെ ആ ഒരു എന്താണ് ഗുഡ് അറ്റംപ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇവിടെ തേർഡ് ഷിഫ്റ്റ് നമുക്ക് പാടായത് കൊണ്ട് തന്നെ, പാടെന്ന് പറഞ്ഞാൽ ഒത്തിരി പാടല്ല, എന്നാലും ഫസ്റ്റും സെക്കൻഡും ഫോർത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തേർഡ് ഷിഫ്റ്റിൽ. അങ്ങനെ വരുവാണെങ്കിൽ നമുക്കവിടെ നോർമലൈസേഷൻ എന്തായാലും അവിടെ നടക്കും. അപ്പോൾ ബാക്കിയുള്ള ഷിഫ്റ്റുകൾ പ്രകാരം ഇവിടെ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് എത്രത്തോളം നന്നായിട്ട് എക്സാം, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ 50 ക്വസ്റ്റ്യനും കറക്റ്റാണ്. ബട്ട് നമ്മൾ എന്താണ് നെഗറ്റീവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല, നമ്മുടെ ആക്യുറസി പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നോർമലൈസേഷൻ കഴിഞ്ഞ് വരുമ്പോൾ 50 മാർക്കായിരിക്കില്ല, നമുക്ക് കൂടുതൽ വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, മിസ് ഞാൻ എക്സാം കട്ട് ഓഫ് കടക്കുമെന്ന് തന്നെ വിചാരിച്ചില്ല, എനിക്ക് ഇത്ര മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഞാൻ എക്സാം കട്ട് ഓഫ് കടന്നത്? അവിടെ സംഭവിച്ചൊരു കാര്യമാണ് ഈ പറയുന്ന നോർമലൈസേഷൻ. അതായത് അന്നൊരു 50-52 മാർക്കിന് എങ്ങാണ്ടോ സ്കോർ ചെയ്ത കുട്ടിക്ക് അന്ന് 60-64 സംതിങ് ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിക്ക് നോർമലൈസേഷൻ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 65 മാർക്സോളം, അതായത് കട്ട് ഓഫ് കഴിഞ്ഞ് ഒരു 1-2 മാർക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്കാ നോർമലൈസേഷൻ ആണ്. അതായത് അവിടെ ആ കുട്ടി മെയിൻറ്റെയിൻ ചെയ്ത ആ കുട്ടിയുടെ ആക്യുറസിയാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്തുവെങ്കിൽ നമ്മുടെ ആക്യുറസി വളരെ നന്നായിട്ട് നമ്മൾ ആക്യുറേറ്റ് ആണ്. അതായത് ആക്യുറസി എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സൻറ്റൈൽ നെഗറ്റീവ് വരുന്ന പേഴ്സൻറ്റൈൽ കുറവാണ്, നമുക്ക് നെഗറ്റീവ് അങ്ങനെ വരില്ല. അപ്പം അതാണ് നമ്മുടെ 100% ആക്യുറസി എന്ന് പറയുന്നത്. ആക്യുറസി നമുക്ക് നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലൈസേഷനിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് അവിടെ ഇൻക്രീസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആണ്. ആ 50-ൽ നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്യുറസി എന്ന് പറയുന്നത് 50% ഉള്ളൂ അല്ലേ? അപ്പോൾ 50% ആക്യുറസി എന്ന് പറയുമ്പോൾ നോർമലൈസേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോർമലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഒരുവിധം എന്താണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു ഷിഫ്റ്റിൽ എഴുതിയ കുട്ടികൾക്ക്, ആക്യുറസി കീപ്പ് ചെയ്ത കുട്ടികൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു 22-ാം തീയതിയിലത്തെ ആ ഒരു എന്താണ് ഗുഡ് അറ്റംപ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന കട്ട് ഓഫ് വരുന്നത് നോക്കാം. ഇപ്പോൾ 2024 RRB POയുടെ വേക്കൻസി 195 ആയിരുന്നു. 2025 ആയപ്പോൾ അത് 250 കണ്ടോ? അതായത് 195-ൽ നിന്നും
നമുക്ക് വേക്കൻസി കൂടിയിട്ടുണ്ട്. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 അപ്പോൾ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എന്തായിരിക്കും? അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും അല്ലേ? കുറവ് എന്തായാലും വരില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു 58-നും 60, അതായത് 58, 60, 62 ആ ഒരു ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എത്രയാണോ കട്ട് ഓഫ് അതിൽ നിന്നും +2 -2 എന്നുള്ള രീതിക്കാണ് അവിടെ കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറയാണ് 60 മാർക്കാണ് കട്ട് ഓഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് -2 ചെയ്യാം, +2 ചെയ്യാം. അപ്പോൾ 60 മാർക്ക്, അതായത് ഇപ്പോൾ ഒരു 55 മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെയിൻസിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 60 മാർക്കാണ് മിസ്സ് പറഞ്ഞ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. അപ്പം 60 മാർക്ക് കഴിഞ്ഞവർക്ക് മാത്രം എന്താണ് മെയിൻസ് പ്രിപ്പറേഷൻ നടത്താം എന്നുള്ളതല്ല. നമുക്ക് ചിലപ്പോൾ 55 വരാം. ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫാണ്. രണ്ട് രീതിക്കുള്ള അനുസരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. മേ ബി 60 ആയിരിക്കാം. അതിൽ ഒരു +3 -3 എന്നുള്ള രീതിക്ക് നമുക്ക് വേരിയേഷൻസ് വരാം. ഓക്കെ, അപ്പം നിങ്ങളൊരു 55-ന് മേലെ, അത് കഴിഞ്ഞ പ്രാവശ്യം 53 ആയതുകൊണ്ടാണ് പറയുന്നത്, 55-ന് മേലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 55 മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം മെയിൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സാം റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും. ഒരു 2 to 3 വീക്സിനുള്ളിൽ വെച്ച് നമുക്ക് എക്സാം റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് GA പ്രിപ്പയർ ചെയ്യാനൊന്നും ടൈം കിട്ടില്ല. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും എക്സാം ഡേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ മെയിൻസ് എക്സാം അടുക്കാറാകുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും തീരില്ല. അപ്പോൾ GAയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതൊന്നും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒരു മിനിമം 8 months വരുന്ന രീതിക്കുള്ള പ്രിപ്പറേഷൻസ് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ ഇംഗ്ലീഷും റീസണിങ്ങും മാത്സും ഒക്കെ വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഡെയിലി ഇത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒരു 10 to 12 hours മെയിൻസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻസ് ക്രാക്ക് ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലൈവായിട്ട് വന്നിട്ടുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IBPS RRB POയുടെ 55 മേലെ സ്കോർ ചെയ്തിട്ടുള്ളവർക്ക് മെയിൻസ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ 55-ന് താഴെ സ്കോർ ചെയ്തിട്ടുള്ളവരോ? അപ്പോൾ അവർ വിചാരിക്കില്ലേ എനിക്കിനി എക്സാംസ് ഒക്കെ ഏതൊക്കെയാണ് ഉള്ളത്, ഞാനിനി എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ബാക്ക് ടു ബാക്ക് ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഇഫേർട്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ ഈ ഇഫേർട്ട് കറക്റ്റായിട്ട് ഇനിയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ലൈവ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് ECGC POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അത് December 2-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് വരാൻ പോകുന്നൊരു പരീക്ഷയാണ്. ജനുവരിയിലാണ് എക്സാം നടത്തുന്നത്. അപ്പം നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ECGC PO നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അത് കൂടാണ്ട് നമുക്കിപ്പോൾ വിത്തിൻ 5 months നമ്മുടെ SBI POയുടെ എക്സാം വരും. 5 മാസം നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന പഠിത്തം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കൊണ്ടുപോയിക്കേ. SBI PO നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്തുകൂടെ? ഇനി OICLൻ്റെ എയുടെ നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. December 1 നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതും നമുക്ക് ലൈവായിട്ട് വരുന്നൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പം ഇത്രയും നോട്ടിഫിക്കേഷൻ നമുക്ക് ബാക്ക് ടു ബാക്ക് ഉണ്ട്. അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും അതെനിക്ക് കിട്ടിയില്ല പിന്നെ ഞാനിത് പഠിക്കുന്നില്ല അങ്ങനത്തെ ഒരു മനോഭാവമേ വേണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൂടാണ്ട് നമ്മുടെ 2026 കലണ്ടർ വരുവാണ്. നമ്മുടെ IBPS കലണ്ടർ അത് ജനുവരിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ SBI കഴിഞ്ഞിട്ട് വരുന്ന IBPSൻ്റെ കലണ്ടറും കാര്യങ്ങളൊക്കെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. ഇപ്രാവശ്യം നിങ്ങളെ കൊണ്ട് പറ്റിയില്ല, ചെറിയ മാർക്കിനൊക്കെയാണ് പോയെങ്കിൽ ഒട്ടും തന്നെ വറീഡ് ആവേണ്ട. അടുത്ത പ്രാവശ്യം ആ മാർക്ക് നമ്മൾ നേടിയിരിക്കും, നമ്മൾ കയറിയിരിക്കും എന്നുള്ളൊരൊറ്റ വാശിപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിങ് ഗോൾഡ് ബാച്ച് നമുക്ക് 1 year ബാച്ച് ഇപ്പം ഉണ്ട്, അപ്പം നിലവിലുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ക നമ്മുടെ ബേസിക് തൊട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നത് അതുവരെയുള്ള ക്ലാസ്സസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബേസിക്സ് കംപ്ലീറ്റ് ചെയ്ത് നേരെ നമ്മൾ അതായത് ബേസിക് ലെവൽ കഴിഞ്ഞു നേരെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ആ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 3 months ആണ്. അതൊരു പ്രിലിംസ് ബാച്ച് അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അടുത്തൊരു 3 മാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ചാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ബാച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾ ത്രൂ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞ് വെളിയിലിറങ്ങാം എന്നുള്ളൊരു രീതിക്കുള്ള ബാച്ച് തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത വർഷം 2026 നിങ്ങളുടെ വർഷം തന്നെ ആകട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക. ഈ ബാച്ചിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ട്, കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, മൂക്ക് എക്സാംസ് ഉണ്ട്, PYQs ഉണ്ട്, കോർ ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, ഡെയിലി ക്വിസുകളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുള്ള ബാച്ചാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബാങ്കിങ് ഗോൾഡ് ബാച്ച്. അപ്പം നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് ഈ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ വറീഡ് ആവണ്ട, നിങ്ങളുടെ പഠിത്തം തുടരട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.